ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നത്തോലി അവയൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ്. അതിനു മുന്നേ വേൾഡ് അറ്റാക്റ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി അതിൻ്റെ പ്രിപ്പയറിങ് നോക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു നെത്തോലി അവിയലാണ്. അതിനുവേണ്ടി ഞാൻ നെത്തോലി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ: ഒരു അരമുറി തേങ്ങായും, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ 3 കഷ്ണം ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി. പിന്നെ ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചേക്കാണ്, പിഴിപുളിയാണ് പിഴിഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ ഞാൻ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പ്. പിന്നെ വേണ്ടത് തക്കാളി, ഈ മുളകാണ് ഞാൻ ഉപയോഗിക്കുന്നത്, മുളക് എന്ന് പറയും, മുളകും കരിയാപ്പല. പിന്നെ ഞാൻ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ജാറിലേക്കിട്ട് ഇതൊന്ന് അരയ്ക്കാൻ പോവാണ്. എടുത്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ: തേങ്ങായും, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കൊച്ചുള്ളി, ഇഞ്ചി. ഞാൻ തേങ്ങ ചതച്ച മിക്സ് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ: കുറച്ച് പുളിവെള്ളം ഞാൻ കുറച്ച് ഒഴിക്കുന്നത്, കാരണം ഞാൻ തക്കാളി ഇടുന്നത് കൊണ്ട്. അതിനുശേഷം ഞാൻ തക്കാളി നീളത്തിലരിഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ ഞാൻ മുളക് 2ആയിട്ട് കീറി എടുത്തേക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം, ഞാൻ ഈ മുളകാണ് ഇടുന്നത്. പിന്നെ ആവശ്യമുള്ള കരിയാപ്പല. പിന്നെ ആവശ്യമുള്ള ഉപ്പ്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഒഴിക്കുന്നുള്ളൂ. ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ചെറുതായിട്ട് മതി, വലിയ ബലം കൊടുക്കണ്ട, ചെറുതായിട്ട്. ഞാനെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വയ്ക്കാം. ഞാൻ വെള്ളം അധികം ഒഴിച്ചിട്ടില്ല, കാരണം ഞാൻ തക്കാളി ഇടുന്നുണ്ട്, രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. ഞാൻ ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് അടച്ചു വയ്ക്കും. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഒരുപാട് വെച്ചാൽ അടി പിടിച്ച് പോയാന്ന് വിചാരിച്ചാണ് കുറച്ച് വെച്ചേക്കുന്നത്. ഇടയ്ക്ക് അടപ്പ് തുറന്ന് പയ്യെ ഒരു തുണി പിടിച്ച് ഇളക്കി വരണം. ഞാൻ അടപ്പെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഈ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയാണ്. അടപ്പടച്ച് വെച്ചാൽ പിന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അടപ്പ് തുറന്ന് വെച്ചത്. കുറച്ച് നേരം കഴിയുമ്പോൾ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റട്ടെ. ഫ്രണ്ട്സ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ വീഡിയോയ്ക്കും നിങ്ങളുടെ സപ്പോർട്ടും നൽകുക. നല്ല വെന്ത് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോകും. കറി ഓക്കെ ആയിട്ടുണ്ട്. കുറച്ച് കരിയാപ്പല ഇട്ട് കൊടുക്കാം.
കുറച്ചിട്ട് അരിയൊന്നും പിടിച്ചിട്ടില്ല, കറക്റ്റായിട്ട് ഇരിക്കുകയാണ്. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. പയ്യാണ് ഇളക്കി വിടുന്നത്. എല്ലാം നല്ല വെന്ത് മുളകും തക്കാളി ഒക്കെ ഞാൻ ഇനി ഓഫ് ചെയ്യണേ. കറി റെഡി ആയിട്ടുണ്ട്.